മോളെ ഗാഥ. നോ മമ്മി, ഐ കാന്റ് അലോ ദിസ്. ഇവളെ ഇപ്പൊ തന്നെ പറഞ്ഞുവിട്. ഇവളെ ഒരു കാരണവശാലും നവീൻ കാണാനിടയാവരുത്. നവീനുമായി ഇടപഴകാൻ ഇവളെ ഞാൻ സമ്മതിക്കില്ല. ഗാഥ മാഡം പറയുന്ന കേക്ക്. നോ 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 നോ, ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. മോളെ, നോ മമ്മി, ഐ ആം ടോട്ടലി ഇറിറ്റേറ്റഡ്. മമ്മി ഇപ്പൊ എന്നോട് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എന്താ മോളെ, നീയുമായിട്ട് അവക്ക് ഇത്രയും സാമ്യം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു തന്നെ. സോ വാട്ട്? ഇങ്ങനെയാവുന്ന ഞാൻ കരുതിയോ? അങ്ങനെ വന്നു പോയി. അതിന് വേറെ സാധ്യതകളെ കുറിച്ചൊന്നും മോൾ ഇപ്പൊ ചിന്തിക്കണ്ട. നമുക്ക് അവള് വേണം. നോക്ക്, നവീനും നീയും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിട്ടാ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൃഗം. അങ്ങനെ കണ്ടാ മതി മോൾ അവളെ. അവൾക്കൊരിക്കലും ഗാഥ ശ്രീനിവാസ് ആവാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കാര്യം നടക്കുന്നവരെ നമ്മൾ അവളെ സഹിച്ചേ പറ്റൂ. എന്റെ മോളല്ലേ, പ്ലീസ്. എന്റെ മമ്മിയുടെ നിർബന്ധം കൊണ്ടാ കുറച്ചു ദിവസം ഞാനായിട്ട് അഭിനയിക്കാൻ വേണ്ടി മാത്രം നിന്നിവിടെ നിർത്തിയിരിക്കുന്നത്. എന്റെ വേഷത്തിൽ നവീന്റെ മുന്നിൽ നീ പോകുമ്പോ നവീനെ ഒന്ന് നോക്കാനോ ടച്ച് ചെയ്യാനോ നിനക്ക് അർഹതയില്ല. യു ആർ ജസ്റ്റ് എ ടൂൾ. മനസ്സിലായി? മനസ്സിലായി. ഈ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് നിന്റെ ഭാഗത്തുനിന്നുണ്ടായ ദ സെയിം മൊമെന്റ് നിന്നെ ഞാൻ ഇല്ലാതാക്കും. അണ്ടർസ്റ്റാൻഡ്? അവക്കെല്ലാം സമ്മതമാണ്. സിനി, കൃഷ്ണയ്ക്കൊരു മുറി കൊടുക്കും. ഞാൻ വരാം. കൃഷ്ണ വരൂ. മമ്മി, ഐ കാന്റ് ബിലീവ് ദിസ്. ഐ കാന്റ്. ഇവളാരാ? എവിടെ ജനിച്ചവളാ? ഇത്രയും നാള് എന്റെ രൂപത്തിൽ എനിക്ക് അഭിമാനമായിരുന്നു.